ഹായ്. ഇന്ന് ലൈൻമാൻ കറി വന്നപ്പോൾ ലൈനിൽ മുട്ടിയ മരങ്ങളൊക്കെ മുറിച്ചു. അപ്പോൾ നമ്മുടെ പപ്പാളിയും മുറിച്ചു. അപ്പോൾ പപ്പാളി കിട്ടി. അപ്പോൾ ഇന്നൊരു പപ്പാളി കറിയാക്കിയാലോ? നുറുക്കട്ടെ കേട്ടോ, തൊലിയൊക്കെ കളയട്ടെ. അങ്ങനെ പഴുത്തിട്ടൊന്നുമില്ല. കുരുവൊക്കെ മൂത്തിട്ടുണ്ട് കേട്ടോ. അതാ കുരു മൂത്തിട്ടുണ്ട് കേട്ടോ. കറി വയ്ക്കുന്നത് നന്നായിരിക്കും. കുറച്ചുകൂടി ചരിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒരു മധുരമൊക്കെ ഉണ്ടെങ്കിൽ പരിപ്പൊക്കെ ഇട്ട് വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പപ്പാളിക്കറി. ഒരുപാട് ചരിഞ്ഞിട്ടില്ല, ഒരുവിധം ഒരു മഞ്ഞ വരെ കൊണ്ടിട്ടുണ്ട് കേട്ടോ. കാരണം കുറച്ചുകൂടി പഴുത്താണെങ്കിൽ ഉണ്ടല്ലോ ഉപ്പേരി വയ്ക്കുമ്പോൾ നല്ല ടേസ്റ്റ്. ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ചരിഞ്ഞ പപ്പാളി ഉപ്പേരി വയ്ക്കുന്നത്. കുട്ടികൾക്ക് ഇത് പരിപ്പിട്ടിട്ട് പരിപ്പും തക്കാളിയൊക്കെ ഇട്ടിട്ട് ചാറ് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും പപ്പാളി ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ. ഇവിടെ വാ ആബി. എനിക്കിത് മണം കിട്ടണില്ല. അല്ലെ മണം ഉണ്ടെങ്കിൽ ഇപ്പം ഇതിൽ വന്ന് തലയിട്ടിട്ടുണ്ടാവും. ഇവിടെ ഒരു മുടി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നല്ല ജീരകം, ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളി, സവോളയുടെ പകുതി, ഇത്രയും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് അരച്ച്. ഞാനിവിടെ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, കാണിച്ചുതരാം. പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കും. ഒരു പഴുത്ത തക്കാളി അതിട്ട് കൊടുക്കും. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കാം. ഒരു ഹാഫ് വേവ് വേവുമ്പോൾ ഉപ്പിട്ട് കൊടുത്താൽ മതി. പെട്ടെന്ന് വെന്ത് കിട്ടും. ഒന്ന് അടച്ച് വയ്ക്കാം. ഇപ്പോൾ തുറന്ന് നോക്കാം. ചാറൊക്കെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1 ടീസ്പൂൺ ഉപ്പിടുന്നുണ്ട്. കുറച്ചുകൂടെ വെള്ളം വറ്റണം, കഷ്ണങ്ങൾ കുറച്ചുകൂടെ വേകാനുണ്ട്. ഇനി ഇത് വെന്തിട്ട് അരപ്പ് ചേർത്തി കൊടുക്കാം. ഒന്ന് അടച്ച് വയ്ക്കാം. അപ്പോൾ നമ്മുടെ ചാറൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. കഷ്ണങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയുടെ അരപ്പ് ചേർത്തി കൊടുക്കാം. ഞാനിവിടെ ഒരു മുടി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ നല്ല ജീരകം, ഒരു സവോളയുടെ പകുതി, ഒരു ചെറിയ വെളുത്തുള്ളി, ഇത്രയും ചേർത്ത് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടുണ്ട്. ഇതിലേക്ക് തേങ്ങ അരച്ചതിൻ്റെ വെള്ളവും കൂടി ചേർത്ത് നല്ല കുഴമ്പായിരിക്കട്ടെ. അപ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ്. അടച്ച് വയ്ക്കാം. ഒരു തള വന്നിട്ടുണ്ട്.
അപ്പോൾ നമ്മുടെ പപ്പായ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നാടൻ കറിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇനി ഇത് ഇറക്കി വയ്ക്കുമ്പോൾ ഒന്ന് ചാറൊന്ന് കുറുകി വരും. പരിപ്പിട്ടതുകൊണ്ട് നല്ല തിക്കായിരിക്കും ചാറ്. ഇനി നമുക്കിതൊന്ന് താളിച്ചു കൂട്ടാം കേട്ടോ. ഒരു ചീനിച്ചട്ടി എടുത്തിട്ട് വെച്ചിട്ടുണ്ട്. അത് ചൂടാവട്ടെ. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചീനിച്ചട്ടി ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുകിട്ട് കൊടുക്കാം. ഈ ഒരു ടിക്ക് വെള്ളം ഒഴിക്കും. ഒരു 2 പച്ചമുളക് കുറച്ച് കറിവേപ്പില. ഇനി നമുക്ക് പപ്പാളിക്കറിയിലേക്ക് ആവശ്യത്തിന് കൊടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നാടൻ കറിയായിട്ടുള്ള പപ്പായയും പരിപ്പും തക്കാളിയിട്ട കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.